ഇപ്പോൾ ദിവ്യാവണിക്കെതിരെ ഈ കമൻസ് വരുന്നതിന് പിന്നിൽ മറ്റ് ചിലതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് പുറത്തുനിന്ന് വാർത്ത നോക്കുക, GCD ആണ് സ്റ്റേഡിയത്തിൻ്റെ ഉടമ. GCD അത് എന്താണ്, കേരള ബ്ലാസ്റ്റേഴ്സിന് അവരുടെ പരിശീലനത്തിനും മറ്റു പരിപാടികൾക്കും വേണ്ടി വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേഡിയമാണത്. അപ്പോൾ അത് മറ്റാർക്കെങ്കിലും ഈ കായികേതര പ്രവർത്തനങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കണോ വേണ്ടോ എന്ന് GCDക്ക് തീരുമാനിക്കാം. ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കരാറുണ്ടാവും. ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കരാറിൽ നിലവിലുള്ള ടർഫ് കേടുവരുന്ന പരിപാടികളൊന്നും പാടില്ല എന്നും ഉണ്ടാവും. അപ്പോൾ ഈ സംഘാടകരിൽ നിന്ന് GCDക്ക് ഒരു അപേക്ഷ കിട്ടുന്നു. GCD എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കല്ല, അല്ലെങ്കിൽ അവിടുത്തെ സെക്രട്ടറിക്കോ ഉദ്യോഗസ്ഥർക്കോ അല്ല, GCD ചെയർമാന് അപേക്ഷ കിട്ടുന്നു. GCD ചെയർമാൻ ഇതൊന്ന് പരിശോധിക്കാൻ പറഞ്ഞ് ഉദ്യോഗസ്ഥർ കൈമാറുന്നു. ഉദ്യോഗസ്ഥരെ പരിശോധിച്ചെന്ന് പറയുന്നു, അത് അനുവദിക്കരുത്, അത് കായികേതരമായൊരു പരിപാടിക്ക് ആ സ്റ്റേഡിയം അനുവദിക്കരുത്. കാരണം അത് ഒന്ന് IPL മാനദണ്ഡങ്ങൾ പ്രകാരം സംരക്ഷിച്ചു വരുന്ന ഒരു സ്റ്റേഡിയമാണ്. രാജ്യാന്തര ക്രിക്കറ്റ്, ഫുട്ബോൾ മത്സരങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള FIFA മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ടർഫൊക്കെ വേണ്ടി വരുന്ന ഒരു സ്റ്റേഡിയമാണ്. അത് കായികേതര പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചാൽ അത് കേടുവരുമെന്ന് റിപ്പോർട്ട് കൊടുക്കുന്നു. GCD ചെയർമാൻ എന്ത് ചെയ്യുന്നു? അതിനെ മറികടന്നുകൊണ്ട് അതിന് അനുമതി കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാർ? GCD ചെയർമാൻ ചന്ദ്രൻപിള്ളയാണ്. കാരണം ചന്ദ്രൻപിള്ളയുടെ തന്നിഷ്ടപ്രകാരമാണ് അവിടെ അത് അനുവദിച്ചത്. അത് അനുവദിക്കുന്നതുകൊണ്ടുണ്ടായിരിക്കണം എന്താണ്, അങ്ങനെ ബൈപ്പാസ് ചെയ്ത്, അതായത് ഒരു ഉദ്യോഗസ്ഥ പരിശോധനയിൽ ലഭിച്ച റിപ്പോർട്ട് പ്രകാരം അത് അനുവദിക്കാൻ പാടില്ല എന്നിരിക്കെ അത് ബൈപ്പാസ് ചെയ്ത് അത് അനുവദിക്കുന്നതാണ് ഒന്നാമത്തെ പിശക്. ആ പിശകിൽ തുടങ്ങുന്നത് എന്താണ്, അവിടെ സുരക്ഷാ സംവിധാനമുണ്ടോ എന്നുള്ള ഫർദർ പരിശോധന അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. ചെയർമാൻ പറഞ്ഞതല്ലേ, അത് നടക്കട്ടെ എന്ന് ഉദ്യോഗസ്ഥർ കരുതും. അതല്ലെങ്കിൽ ഇപ്പോൾ GCD എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം എടുത്ത് തീരുമാനിച്ച് നമുക്കത് കൊടുക്കാം, അപ്പോൾ അതിന് ഇന്ന മാനദണ്ഡങ്ങൾ പാലിക്കണം, അവിടെ കൃത്യമായ പരിശോധന വേണം എന്ന് GCD തീരുമാനിച്ചെങ്കിൽ ഒരുപക്ഷെ അതുപോലത്തെ ഒരു തട്ടിക്കൂട്ട് സ്റ്റേജ് വെച്ച് ഈ അപകടം ഉണ്ടാവില്ലായിരുന്നല്ലോ. കുറേ കൂടി കാര്യക്ഷമമായി GCD തന്നെ എന്ത് ചെയ്യും, ഇത് പോലീസിനെയും ഫയർഫോഴ്സിനെയും ആരോഗ്യ സംവിധാനങ്ങളെയും സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഏകോപിപ്പിക്കാനുള്ളൊരു ചുമതല മേൽനോട്ടമെങ്കിലും GCD വഹിക്കുമായിരുന്നു. ഇത് ഒരു പ്രക്രിയയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ചെയർമാൻ എടുത്തൊരു തീരുമാനത്തിൻ്റെ അനന്തരഫലമാണ് നമ്മളിന്ന് അവിടെ കാണുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഇന്ന് യൂത്ത് കോൺഗ്രസ് അവിടെ ഖരാവോ ചെയ്തു, ചന്ദ്രൻപിള്ളയെ ഖരാവോ ചെയ്തു. ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസ് അന്വേഷണം ആരെ കേന്ദ്രീകരിച്ചാണ്? സംഘാടകരെ കേന്ദ്രീകരിച്ചാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് GCDക്ക് തലവരാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ വന്ന പിഴവുകൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാണ് എന്നിരിക്കെ ഒരു ആ നർത്തകിയുടെ വ്യക്തിപരമായ ധാർമ്മികതയെ ചോദ്യം ചെയ്തുകൊണ്ട് ആളുകൾ രംഗത്ത് വരുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ പിഴവ് മറച്ചു വയ്ക്കാനും യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാനുമാണ്. അപ്പോൾ ദിവ്യാവണ്ണി ചെയ്ത് ശരിയാണോ അല്ലേ എന്നുള്ള തർക്കം വേറെ. ഇപ്പോൾ നമ്മളാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ, ഇങ്ങനെ ചെയ്യുമോ എന്നുള്ള ചോദ്യമൊക്കെ വളരെ വ്യക്തിപരമാണ്. അത് അവർക്ക് അതിൻ്റെ മേൽ മറ്റൊരു ഉത്തരവാദിത്തമോ ധാർമ്മികതയോ ഇല്ല. അവർ എന്ത് ചെയ്യണം, ഇപ്പോൾ ആ ഡാൻസ് നിർത്തണോ വേണ്ടെന്നുള്ള ചോദ്യത്തിൽ അവർ കാശ് വാങ്ങിയിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. ആ സംഘാടകർ പറയാതെ അവർക്ക് നിർത്താൻ പറ്റില്ല. പിന്നെ മറ്റൊന്ന്, അവർ തിരിച്ചു വന്ന് ചിലപ്പോൾ ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും, അവർക്കത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല, അവർക്ക് വേറെ വ്യക്തിപരമായ ഇതിൽ വലിയ ആവശ്യങ്ങളുണ്ടാവും. അപ്പം അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ആളുകൾ രംഗത്ത് വരുന്നത് എന്തിനാണ്? യഥാർത്ഥത്തിലുള്ള കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.